CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് നാളെ ഒരാണ്ട്. കനലോർമ്മ കാനം സ്നേഹസായന്തനം ഇന്ന് കോട്ടയത്ത് നടക്കും. നാളെ വാഴൂരിലെ കാനത്തിന്റെ വസതിയിലും കാനം സ്മൃതി സംഗമം നടക്കും. കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാനം സ്നേഹസായന്തനം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കോട്ടയം ബെസേലിയസ് കോളേജിലാണ് പരിപാടി നടക്കുക. കാനത്തിന്റെ സഹപാഠിയും ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനുമായ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ചടങ്ങിൽ മുഖ്യാതിഥിയാവും. 7-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് കോട്ടയം ബെസേലിയസ് കോളേജിൽ വെച്ച് സഖാവ് കാനം രാജേന്ദ്രൻ ബെസേലിയസ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിലെ സഹപാഠികളും ഉൾപ്പെടെ ഒരു വലിയ സംഘം കോട്ടയത്ത് തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു പരിപാടി അവിടെ വെച്ച് നടത്തണം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. ആ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാതോലിക്ക ബാവയാണ് അതിൻ്റെ കീനോട്ട് അഡ്രസ്സിന് വേണ്ടി വരാൻ തീരുമാനിച്ചത്. ഓർമ്മ ദിനമായ നാളെ കാനത്തെ സ്മൃതി കുടീരത്തിൽ നടക്കുന്ന പരിപാടി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് കാനം രാജേന്ദ്രൻ്റെ ജന്മനാട്. ആ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിനോടനുബന്ധിച്ച് അവിടെ തന്നെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം. ആ സ്മൃതി മണ്ഡപത്തിനോടനുബന്ധിച്ചുള്ള വലിയ ഒരു പന്തലും ആ പന്തലിൽ അകത്ത് വെച്ചുള്ള വലിയ സമ്മേളനവും 8-ാം തീയതി രാവിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. CPIയുടെ 4 മന്ത്രിമാരും കാനം രാജേന്ദ്രൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ടാവും. അവിടുത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമാണ്. CPI സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ വിപുലമായ അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.